ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യ സെമി ഫൈനലിൽ ഭയങ്കര കളിയായിരുന്നല്ലോ. ഇന്നലെ ഇന്ത്യ ശരിക്കും ഇന്ത്യയുടെ ലക്ക് തന്നെയാണ്. സഞ്ജു സാംസൺ 15 റൺസ് എടുത്ത സമയത്ത് ഒരു ക്യാച്ച് ഹാരി ബ്രൂക്ക് മിസ് ചെയ്തു. ആ ഹാരി ബ്രൂക്ക് ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ ഇന്ത്യ ഒരു പക്ഷേ ജയിക്കില്ല. കാര്യം ഓൾറെഡി അഭിഷേക് ശർമ്മ ഔട്ടായിരിക്കുകയാണ്. സഞ്ജു കൂടി പോയി കഴിഞ്ഞാൽ ആകെ ഇഷാന്ത് ശർമ്മ ഒന്ന് കുറച്ച് കളിക്കും. ബാക്കി റൺസൊന്നും ഇത്ര എടുക്കില്ല. 253 ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്തോ ലക്കിന് ആ ക്യാച്ച് മിസ്സായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് 74 റൺസും കൂടി സഞ്ജു അടിച്ചു. 89 ടോട്ടൽ അടിച്ചു. അപ്പോൾ ആ ഒരു റൺസിൻ്റെ ബലത്തിലാണ് ഇന്ത്യ ഈ വലിയൊരു സ്കോറിലോട്ട് എത്തിയത്. ഇഷാന്ത് ശർമ്മ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു. ബാക്കി എല്ലാവരും കൂടി 253 എടുത്തു. എന്നാൽ തന്നെയും സെക്കൻഡ് ബാറ്റിങ്ങിൽ അവർ 2 വിക്കറ്റൊക്കെ ആദ്യം പെട്ടെന്ന് പോയെങ്കിലും റൺസ് വന്നതിന് ഒരു ദാക്ഷിണ്യമില്ല. റൺസ് ഇങ്ങനെ 12-15 വെച്ചിട്ട് ഓരോ ഓവറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ ചേസ് ചെയ്ത് അവർ ജയിക്കും എന്ന് വരെ തോന്നിച്ച അവസരങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ആ ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് മുംബ്രയുടെ ഓവറുണ്ട്. ആ 4 ഓവറിൽ 60 റൺസ് 60 സംതിങ് റൺസൊക്കെ അടിക്കണമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മുംബ്ര വന്നിട്ട് എറിഞ്ഞ് ഒരു ഓവറിൽ 6 റൺസേ കൊടുത്തുള്ളൂ. അപ്പോഴാണ് കളിയൊന്ന് നോർമലായത്. 17-18, 18-19 ഓവേഴ്സാണ്. ഒരു ഓവറിൽ മുംബ്ര വന്നിട്ട് 6 റൺസ്. പിന്നത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് അതും റൺസ് കുറവ് കൊടുത്തുള്ളൂ. അത് അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഒരു ഓവറിൽ 30 റൺസ് വേണമെന്നുള്ള രീതിയായി. അവിടം വരെ ടെൻഷനുള്ള കളിയായിരുന്നു. പിന്നെ ശിവം ദുബായ് വന്നു. അപ്പോഴും 7 റൺസിനാണ് അവർ ഇന്ത്യ ജയിച്ചത്. അപ്പോഴും പിന്നെ അടിച്ച് കൂട്ടണമായിരുന്നു. ഭയങ്കര ടൈറ്റ് കളിയായിരുന്നു. ശ്വാസം മുട്ടണ പോലെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ടൈപ്പ് കളിയായിരുന്നു. പക്ഷെ എന്തോ ഇന്ത്യ ജയിച്ചു, ഫൈനലിൽ കയറി. ഇനിയിപ്പോൾ ഇന്ത്യ കപ്പടിക്കും. കാര്യം ന്യൂസിലൻഡായിട്ട് സീരീസ് ഒക്കെ കളിച്ച് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമുണ്ട്. സഞ്ജുവിന് ഒന്ന് പകരം ചോദിക്കാനും ഉണ്ട്. കാരണം സഞ്ജു എല്ലാ കളിയിലും 3, 4, 10, 12, 25 ആയിരുന്നല്ലോ, 22. അപ്പം സഞ്ജുവിന് ന്യൂസിലൻഡായിട്ട് പകരം ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് കാണാം. ഇന്ത്യ കപ്പടിക്കട്ടെ, കപ്പടിക്കും.